ഡൽഹി മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾ ആരൊക്കെ എന്നതിൽ ആണ് ഏറ്റവും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ആം ആദ്മി പാർട്ടിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രി അതിഷിയുടെ സത്യപ്രതിജ്ഞാ തീയതിയും ഉടൻ പ്രഖ്യാപിക്കും. രാകേഷ് തന്നെയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. രാകേഷ്, ഇന്നലെ അതിഷി സൂചിപ്പിച്ച ഒരു കാര്യമെന്നത് താൻ മുഖ്യമന്ത്രിയാകുന്നു എന്നതിനപ്പുറത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്നതാണ്. അപ്പോൾ ഈ AAPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മന്ത്രിമാരെ ഫിൽട്ടർ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ചവർ ആണ്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയിൽ പഴയ അംഗങ്ങളിൽ ആരെങ്കിലും പുറത്തു പോകാൻ സാധ്യതയുണ്ടോ? പുതുതായി ആരെങ്കിലും ഉൾപ്പെടുന്നുവെങ്കിൽ അതിനുള്ള സാധ്യത ആർക്കാണ് കൽപ്പിക്കപ്പെടുന്നത്? രാകേഷ്, അഭിലാഷ്, പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഏതായാലും ഉടൻ ഉണ്ടാകുമെന്നാണ് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം 26, 27 തീയതികളിൽ ഡൽഹി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനു മുമ്പായി അതിഷി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. ഏതായാലും നിലവിൽ മന്ത്രിമാരുടെ ഒഴിവ് ഡൽഹി സർക്കാരിലുണ്ട്, മന്ത്രിസഭയിലുണ്ട്. കാരണം മനീഷ് സിസോദിയ രാജിവെച്ച ഒഴിവിലേക്ക് പുതിയ മന്ത്രി വന്നിരുന്നില്ല. പകരം അതിഷി മെർലേന മന്ത്രിയായി. പക്ഷേ അതിനുശേഷമൊക്കെ തന്നെ അധിക ചുമതല അവർക്ക് നൽകുകയാണ് ചെയ്തത്. മനീഷ് സിസോദിക്ക് പകരം അതിഷി മെർലേന വന്നിരുന്നെങ്കിൽ പോലും അതിനുശേഷവും മന്ത്രിമാരുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അവിടെ ഒരു മന്ത്രി രാജിവെച്ചുകൊണ്ട് രാജ്കുമാർ ആനന്ദ് ആം ആദ്മി പാർട്ടി വിട്ടത്. അപ്പോൾ ആ ഒഴിവൊക്കെ തന്നെ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കെജ്രിവാൾ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഗോപാൽ റായ്, ഒപ്പം തന്നെ സൗരവ് ഭരദ്വാജ്, കൈലാഷ് ഗെഹ്ലോട്ട് തുടങ്ങിയവരൊക്കെ തന്നെ നിലനിർത്തും. പകരം പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ മന്ത്രിസഭ വരിക എന്നാണ് ഇപ്പോൾ ആം ആദ്മി വൃത്തങ്ങൾ ഏതായാലും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ നിലവിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയേക്കും എന്ന് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ തന്നെ സൂചന നൽകിയിരുന്നു. അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ തന്നെ ഈ ഘട്ടത്തിൽ അതിഷി മെർലേനയ്ക്കൊപ്പം പരിഗണിച്ചിരുന്ന പല നേതാക്കളുടെ പേരുകളും ഇപ്പോൾ ചർച്ചയിലുണ്ട്. പ്രത്യേകിച്ച് 2013 മന്ത്രി സ്ഥാനത്തുണ്ടായിരുന്നാണ് ആദ്യ കെജ്രിവാൾ സർക്കാരിൽ മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്ന വനിതാ നേതാവ് കൂടിയായ രാഖി ബിദ്ലാൻ സ്വാഭാവികമായും ഒരുപക്ഷെ പുതിയ മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ അവർ ഡെപ്യൂട്ടി സ്പീക്കറാണ്. അപ്പോൾ ഈ പുനഃസംഘടന വരുമ്പോൾ ഒരുപക്ഷെ അവരെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നേക്കാനുള്ള സൂചനകൾ കൂടിയുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ആം ആദ്മി പാർട്ടി തയ്യാറായിട്ടില്ല. ഏതായാലും ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഏതായാലും നേതൃത്വം എത്തിച്ചേരുകയും ചെയ്യും. ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ വാർത്തകൾ ആണ് നമ്മൾ വാർത്താരംഭത്തിന്റെ തുടക്കത്തിൽ തന്നെ പങ്കുവച്ചത്. അത് ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒപ്പം ഡൽഹിയിലെ അതിഷി മന്ത്രിസഭയിൽ ആരൊക്കെ എന്നത് സംബന്ധിച്ചുമാണ്.